ഞാൻ പേഷ്യൻസിൻ്റെ കോമൺലി കേൾക്കുന്ന ഒരു കാര്യം, പല്ല് ക്ലീൻ ചെയ്താൽ പല്ല് പോവും, വിച്ച് ഇസ് ടോട്ടലി അ മിത്ത്. പല്ല് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല്ല് പോവും. വേറൊരു പ്രശ്നം, നമ്മൾ പല്ല് കേടായി കുറ്റി വന്നു, ഒബ്വിയസ്ലി അത് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് കുറ്റിയാണെങ്കിൽ നമ്മൾ എടുത്ത് കളയാൻ ഓപ്ഷൻ പറയും. ആ കുറ്റി എടുത്തതിന് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വെച്ചില്ലെങ്കിൽ തൊട്ടടുത്തുള്ള പല്ലുകൾ, ആ കിട്ടുന്ന പല്ലുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, മൂവ്, ആ കിട്ടുന്ന ഗ്യാപ്പിലോട്ട് മൂവ് ചെയ്യും. നമുക്ക് ക്ലിയർ അലൈനേഴ്സിനെ കുറിച്ച് ഇപ്പം എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ കുട്ടികളിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ലോലി. അങ്ങനത്തെ കാര്യങ്ങൾ വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ്. എവറി 6 months കുട്ടി എന്നല്ല, എവ്രി വൺ ഷുഡ് ഗെറ്റ് ദെയർ ടീത്ത് ചെക്ക്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു JJ ടോക്സ്. ഞാനെന്നുള്ളത് ഡോക്ടർ സ്റ്റീയുടെ കോൺഫിഡൻറ്റ് ഡെന്റൽ ക്ലിനിക്കിലാണ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഡോക്ടർ സ്റ്റീയ തന്നെയാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ദന്തപരിപാലനത്തെ കുറിച്ചൊരു അവയർനെസ് കിട്ടുക എന്നുള്ളതാണ്. സോ ഡോക്ടറെ കുറിച്ചൊരു ഒന്ന് രണ്ട് വാക്ക് പറയാമോ? എൻ്റെ പേര് ഡോക്ടർ സ്റ്റിയാൻ വർഗീസ്. ഞാൻ BDS അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത് KMCT ഡെന്റൽ കോളേജ് കാലിക്കറ്റ് നിന്നാണ്. 2008 ബാച്ചാണ്. ആൻഡ് അതിനുശേഷം ഞാൻ PG എടുത്തു, MD ഇൻ പീഡിയാട്രിക് ഡെന്റിസ്ട്രി. അത് ഫ്രം രാജരാജേശ്വരി ഡെന്റൽ കോളേജ്, ബാംഗ്ലൂർ. അപ്പോൾ കുട്ടികൾക്ക് എത്ര വയസ്സാകുമ്പോഴാണ് സാധാരണ പല്ല് വരുന്നത്? കുട്ടികൾക്ക് ശരിക്കും 6 months, 6 മാസം തൊട്ട് നമ്മുടെ പാൽപ്പല്ലുകൾ വരും. അതൊരു 20 നമ്പറാണ് നമുക്ക് പാൽപ്പല്ലിൻ്റെ എണ്ണം ഉണ്ടാവുക. അത് നമുക്കൊരു 3 years, 2.5, 3 years മാക്സിനുള്ളിൽ പാൽപ്പൽ 20 എണ്ണം വന്നിരിക്കും. ഓക്കെ. അപ്പോൾ കുട്ടികളുടെ ദന്തപരിപാലനം എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും അധികം ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കൂടുതലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്ക് എത്ര വയസ്സ് മുതൽ അല്ലെങ്കിൽ എത്ര മാസം മുതൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 6-ാം മാസം പല്ല് വരും. അപ്പം ശരിക്കും നമ്മുടെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് കുട്ടിയുടെ നടത്തിയിരിക്കണം. ഇപ്പം അതിനെക്കുറിച്ച് പാരൻസ് ഒക്കെ നല്ല അവെയർ ആയി വന്നിട്ടുണ്ട്. ദേ ആർ മോർ അവെയർ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഒരു ഗൂഗിൾ റിസർച്ചും ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ചെറിയ നോളജ് ഒക്കെ വന്നിട്ടുണ്ട്. ദ ഐഡിയൽ ഏജ് 6 months നമ്മുടെ കുട്ടീനെ ഫസ്റ്റ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പല്ല് വരുന്നത് തൊട്ട് നമുക്ക് അതിനുള്ള മെഷേഴ്സ്, കാര്യങ്ങൾ, പിന്നെ ഇനിയും ചില കുട്ടികൾക്ക് വരുമ്പോഴേ ഡിസ്കളറേഷൻ, ചെറിയ വെള്ളപ്പാടുകളായിട്ടൊക്കെ വരും. അതൊക്കെ കേടിൻ്റെ സ്റ്റാർട്ടിങ് ആവാൻ സാധ്യതയുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും അതിന് ബെസ്റ്റ് ടൈമാണ് ഇത്, സ്റ്റാർട്ടിങ് ടൈം. അപ്പം 6 months ആണ് നമ്മൾ ഫസ്റ്റ് ഒരു ഡെന്റൽ വിസിറ്റ് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഒരു 6 months മുതൽ യൂസ് ചെയ്ത് തുടങ്ങാം. ടൂത്ത് പേസ്റ്റ് നമുക്ക് 6 months മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിഫർ ചെയ്യും. നമ്മളൊരു ബിലോ ദ ഏജ് ഓഫ് 3 അല്ലെങ്കിൽ ഒരു ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മളൊരു സ്മിയർ ലെയർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനബവ് 3 years അബവ് ഒക്കെയുള്ള കുട്ടികൾ നമുക്ക് പീസ് സൈസ്, നമ്മൾ ഗ്രീൻ പീസ് എന്നൊക്കെ പറയുന്ന പോലെ പീസ് സൈസ് എമൗണ്ട് മാത്രമാണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കറക്റ്റ് സ്മിയർ എത്രയാണെന്നും അതിനൊക്കെ ഒരു ഫോട്ടോ അവൈലബിൾ ആയിരിക്കും. അതാണ് യൂസ് ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റി ഓഫ് പേസ്റ്റ്. ബ്രഷിങ് നമ്മൾ ഫസ്റ്റ് ടൂത്ത് വരുമ്പോൾ അതിന് മുന്നേ തൊട്ടേ നമ്മുടെ പല്ല് വരുന്നതിന് മുന്നേ ഗം പാഡ് എന്ന് പറയും. അപ്പം തൊട്ടേ ശരിക്കും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പുറത്തൊക്കെ ആണെങ്കിൽ അതിൽ ഭയങ്കര എംഫസൈസ് അവർ ചെയ്യുന്നുണ്ട്. ബിഫോർ ഡെലിവറി, പ്രഗ്നൻസി സമയത്ത് തന്നെ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പാരൻസിനൊക്കെ എടുത്തു കൊടുക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങൾ. പക്ഷെ അത് ഇന്ത്യയിലൊക്കെ സ്ലോലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഗം പാഡ്സ് ക്ലീൻ ചെയ്യുക, പല്ല് വരുമ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് ചെയ്യുക. ആൻഡ് എവറി 6 months കുട്ടി എന്നല്ല, എവ്രി വൺ ഷുഡ് ഗെറ്റ് ദെയർ ടീത്ത് ചെക്ക്. ഓക്കെ. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ബിലോ 3 years വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കുറച്ച് ടൂത്ത് പേസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒത്തിരി നല്ല ടൂത്ത് പേസ്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഇന്ന പേസ്റ്റ് മാത്രമാണ് നല്ലത്, കുട്ടിയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. ചിലവർക്ക് വളരെ മിനിമൽ ആയിരിക്കും, ചിലവർക്ക് കേടേ ഇല്ല. അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ചിലപ്പം അതിൻ്റെ അത് അത്രയും ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യണം എന്നുണ്ടാവില്ല. അപ്പോൾ അത് ആക്ച്വലി നിങ്ങളുടെ ഒരു ഡെന്റിസ്റ്റ് കണ്ട് അവർ റെക്കമെൻഡ് ചെയ്യും, ഇത്ര ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ളത് മതി. നല്ല കേടുള്ളവർക്ക് കൂടുതൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ കൊടുക്കും. പിന്നെ പല ബ്രാൻഡ്സ് അതിൽ അവൈലബിൾ ആണ്, ലൈക്ക് പെഡിഫ്ലോർ, ചീരിയോ ജെൽ, കിഡോഡെന്റ് എന്നൊക്കെ പറഞ്ഞ്. ബട്ട് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഡെന്റിസ്റ്റ് കണ്ട് അവർ റെക്കമെൻഡ് ചെയ്യും വാട്ട് ഇസ് നീഡഡ് ഓർ വാട്ട് ഇസ് ബെസ്റ്റ് ഫോർ യുവർ ചൈൽഡ്. അതിനനുസരിച്ച് എടുക്കുന്നതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം പല പാരൻസും ചിന്തിക്കുന്നത്, ഇപ്പം ഇനീഷ്യലുള്ള പല്ല് പോയിട്ട് പിന്നെ വരുമല്ലോ, അപ്പം അത് കേട് വന്നാലും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അഭിപ്രായം? അത് അങ്ങനെയായിരുന്നു കുറേ കാലം മുന്നേ വരെ. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. കുറേ കാലം മുന്നേ വരെ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡെന്റൽ ചെക്കപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ, നൗ ദ ചേഞ്ച് യു ക്യാൻ സീ.
ഒത്തിരി പേർ അവെയർ ആണ്. അവരിങ്ങോട്ട് വന്ന് ചോദിക്കും ഇത് ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ, അടുത്ത പല്ലിന് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൺസിഡറേഷനെ തെറ്റാണ്. പാൽപ്പല്ല് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നെക്സ്റ്റ് ഒരു വരുന്ന പെർമനന്റ് ടീത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. അതിനിപ്പം കമ്പി ഇടുന്ന കാര്യങ്ങൾ തൊട്ട് ഇപ്പൊ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു വായിലേക്ക് പുതിയ പല്ല് വന്നാലുള്ള അവസ്ഥ. ഓൾറെഡി കേട്, അതിൻ്റെ അകത്തൊരു പുതിയ പെർമനന്റ് ടീത്ത് വന്നു. കേടെന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, പടരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലർ പറയും കുട്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, സ്വീറ്റ്സ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ബട്ട് കേടാണ്. ഹൗ? അമ്മയ്ക്ക് കേടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. അമ്മ യൂസ് ചെയ്യുന്ന സ്പൂണ് കാര്യങ്ങൾ അങ്ങനെ ത്രൂ ഇൻഫെക്റ്റഡ് സലൈവ കുട്ടിക്ക് കിട്ടാം. അങ്ങനെയും കേടുവരാം. അപ്പൊ കുട്ടികൾക്ക് ഈ കേട് വരുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. അതേപോലെ ഈ ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ സിബ്ലിങ്സ് ഷെയർ ചെയ്യുന്നു. അത് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ്, കുട്ടീനെ ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ അല്ല, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ആണ് നോക്കുന്നത്, അവർ ത്രൂ ഷെയറിങ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ യൂട്ടൻസിൽസ് അതൊക്കെ നമുക്ക് ട്രാൻസ്മിഷൻ വരും. അപ്പം ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽപ്പല്ല് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ now what happens is ടൂത്ത് കേട് വന്നു, ഒന്ന് കുട്ടി ഡീപ്പായിട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഇത് പെയിൻ, പിന്നെ കോൺഫിഡൻസിന്റെ ഇഷ്യൂ. നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ, പക്ഷെ അവർക്കത് കോൺഫിഡൻസിന്റെ ഇഷ്യൂ ഭയങ്കരമായി ഉണ്ടാക്കും. അങ്ങനെയുള്ള കുറേ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാലും കാണും, ബാക്കി പിള്ളേരെക്കാട്ടിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ പുറകോട്ട് നിൽക്കും. ഭയങ്കരമായിട്ട് കേടുള്ള മുൻവശത്ത്, പ്രത്യേകിച്ച് മുൻവശത്ത് ബ്ലാക്കും റൂട്ട് സ്റ്റംസ് കുറ്റിയായ പല്ലുകൾ ഒക്കെയുള്ള പിള്ളേരുടെ കോൺഫിഡൻസ് ബാക്കിയുള്ള കൗണ്ടർ പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ചൂയിങ്ങും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ന്യൂട്രീഷണൽ ഇൻടേക്കും ഒക്കെ കുറയും. പല കാരണങ്ങൾ ഇതിനുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ട്. വേറൊരു പ്രശ്നം, നമ്മൾ പല്ല് കേടായി കുറ്റി വന്നു, ഒബ്വിയസ്ലി അത് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് കുറ്റിയാണെങ്കിൽ നമ്മൾ എടുത്ത് കളയാൻ ഓപ്ഷൻ പറയും. ആ കുറ്റി എടുത്തതിന് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ പോയ പല്ലിന് നമ്മൾ അവിടെ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്ത്, അതിനാണ് സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുക. അത് വെച്ചില്ലെങ്കിൽ തൊട്ടടുത്തുള്ള പല്ലുകൾ, ആ കിട്ടുന്ന പല്ലുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, മൂവ്, ആ കിട്ടുന്ന ഗ്യാപ്പിലോട്ട് മൂവ് ചെയ്യും. നൗ ദ പ്രോബ്ലം ഇസ് ഇതിന്റെ അടിയിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ടീത്ത് വരാനുണ്ട്. അപ്പൊ അതിന് സ്ഥലം ഉണ്ടാവില്ല വരാൻ. സംടൈംസ് അതിന് തോന്നുന്ന സ്ഥലത്ത് വരാം. അപ്പുറത്തൂടെ നമ്മൾ കാണില്ലേ കോമ്പലിനൊക്കെ പുറത്തൂടെ വരുന്നത്, അത് അല്ലെ ഉള്ളിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് വരാണ്ടിരിക്കാം. അപ്പോഴാണ് നമ്മൾ വലുതാകുമ്പോൾ എന്തായാലും കമ്പി ഇടാൻ പോവുക, ക്രൗഡിങ് വരാം, അലൈൻഡ് അല്ലാതെ. അപ്പം പാൽപ്പല്ലിന് അതിൻ്റെതായ കെയർ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം, കോൺഫിഡൻസ് തൊട്ട് ഹെൽത്ത്, അവർക്ക് പെയിൻ ടോളറൻസ് ഓഫ് ടൂത്ത് പെയിൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ടെറിബിൾ പെയിൻ. അത് വന്നവർക്കറിയാം. നമ്മൾ എന്നും കാണുന്നവർ മീൻസ് നമ്മൾ എന്നും കാണുമ്പോൾ ആൾക്കാരുടെ ബുദ്ധിമുട്ടും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും. സോ യാ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ടീത്ത്. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ നല്ല അവെയർ ആയി വരുന്നുണ്ട്. പീപ്പിൾ ഓവർ ഹിയർ ആർ ഗെറ്റിംഗ് സ്മാർട്ടർ ആൻഡ് കൂടുതൽ വായിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ദേ ആർ മോർ അവെയർ. ഓക്കെ, ഇപ്പം പലർക്കും അറിയാം ചോക്ലേറ്റ്സ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ പല്ല് കേടാവുന്നു. പക്ഷേ പല്ലിന്റെ ഹെൽത്തിന് വേണ്ട കുറച്ച് ഫുഡ്സ് ഐറ്റംസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പല്ലിന് നല്ല ഫുഡ് എന്ന് പറയും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയും ചീസ്, ബൈറ്റിംഗ് ഓൺ ചീസ് ഒക്കെ നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് എ കോട്ടിംഗ്, പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ നട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഫുഡ് കഴിച്ചുകൊണ്ട് കേട് വരില്ല എന്ന് പറയില്ല. സ്ട്രോങ് പ്രിവെന്റീവ് മെഷേഴ്സ് ചെയ്യുക. നമ്മൾ സ്ട്രോങ് പ്രിവെന്റീവ് മെഷേഴ്സ്, റെഗുലർ ഡെന്റൽ വിസിറ്റ്സ്. ഇപ്പൊ കേട് വന്നെങ്കിൽ അത് ആദ്യ സ്റ്റേജിൽ അടച്ചു കൊടുക്കുക. അതിനെ പ്രോഗ്രസ് ചെയ്യാൻ നെക്സ്റ്റ് വിടുമ്പോഴാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് റൂട്ട് കനാൽ അല്ലെങ്കിൽ അതും കഴിഞ്ഞൊരു വേഴ്സ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അത് എടുത്ത് കളയേണ്ടി വരും. അപ്പൊ അത്രയും പോലെ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ഒരു കീ ആണ്. പിന്നെ ഈ പറഞ്ഞ ഈ ഫുഡ്സ് ഒക്കെ ആർ ബെനിഫിഷ്യൽ. ഇതെല്ലാം എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേർന്നാലേ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ. അപ്പോൾ ഈ 2 തവണ പല്ല് തേക്കണം എന്ന് പറയും. പക്ഷെ എത്ര സമയം തേക്കണം കുട്ടികളെ സംബന്ധിച്ച്? കുട്ടികളും അഡൾട്ട്സും 2 minutes ആണ് നമ്മളുടെ റെക്കമെൻഡേഷൻസ് വരിക. അത് രാവിലെയും വൈകിട്ടും എന്തായാലും നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്ത് തേക്കണം. ഇതിൽ ഈ പറയുന്ന പോലെ ബ്രഷിങ് പല ടെക്നീക്സ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോ പേഷ്യൻസിൻ്റെ മോണയുടെയും പല്ലിൻ്റെയും സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കും. എല്ലാവർക്കും സിമിലർ എന്ന് നമ്മൾ പറയില്ല, ബട്ട് ഒരു കോമൺ ആയിട്ടൊരു ടെക്നിക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാനും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഡെക്സ്ട്രിറ്റി അവർ യൂസ് ചെയ്യുന്ന എന്താ പറയുക ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്
വേറെ തന്നെ ഒരു ഈസി, അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ 45 ഡിഗ്രി പിടിക്കൂ, അങ്ങനെ ചെയ്യൂ, വൈബ്രേറ്റ് ചെയ്യുന്ന they are not going to understand. സോ നമ്മളൊരു ഈസി മെത്തേഡ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ അഡൾട്ട്സും കിഡ്സും ഒരു 2 minutes ബ്രഷിങ് കമ്പൽസറി ആണ്. ഈ 2 minutes എന്ന് യൂഷ്വലി പറയുന്നത് നമുക്ക് അപ്പർ ആൻഡ് ലോവർ ജോ ബേസിക്കലി ഒരു കോമൺ ടേമിൽ പറഞ്ഞ അതിനെ 4 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്വാഡ്രൻറ്റ്, ഇവിടെ ഒരു ക്വാഡ്രൻറ്റ്, ഇവിടെ ഒരു ക്വാഡ്രൻറ്റ്, ഇവിടെ ഒരു ക്വാഡ്രൻറ്റ്. സോ ബേസിക്കലി ഇവിടെ മൊത്തം 30 സെക്കൻഡ്സ് ഒരു ക്വാഡ്രൻറ്റ് എങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യുക. അതാണ് ആ 2 minutes മെയിൻലി ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ഹൗ ബ്രഷിങ് ഷുഡ് ബി. കുട്ടികൾ തംസ് ഒക്കെ ചെയ്യാറുണ്ട്, അതായത് സൂത്ത് ചെയ്യാനും എന്നൊക്കെ പാരൻസ് ചിലപ്പോൾ പറയാറുമുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ഡേഞ്ചർ ആണ്? സക്കിംഗ് ഹാബിറ്റ്സിൽ വരുന്ന ന്യൂട്രിറ്റീവും നോൺ ന്യൂട്രിറ്റീവും എന്ന് പറഞ്ഞ് 2 കാറ്റഗറിയിലാണ്. അത് വല്ലാണ്ട് തിയറി ആയിപ്പോൾ. അതിൽ തം സക്കിംഗ് എന്ന് പറഞ്ഞാൽ നോൺ ന്യൂട്രിറ്റീവ് ആണ്. അകത്തുനിന്ന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ബേസിക്കലി തം സക്കിംഗ്. കുട്ടികൾ ഇത് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന് അവർക്ക് കംഫർട്ട്, ചില കുട്ടികൾ ഫിയർ വരുമ്പോൾ, ചില കുട്ടികൾക്ക് ഇമോഷണൽ ഡിസ്ട്രെസ് വരുമ്പോൾ ഉണ്ടാവും, ചില കുട്ടികൾക്ക് ഹങ്കർ വരുമ്പോൾ. ഇതെന്താണ് റീസൺ എന്ന് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെയാണ് തം സക്കിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പം നമ്മൾ ഈ AAPD സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കിയാൽ, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു 3 to 4 years വരെ ഇറ്റ് ഇസ് കൺസിഡേർഡ് ഓക്കെ. അത് കഴിയുമ്പോൾ അത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ 3 to 4 yearsനുള്ളിൽ അത് താനെ നിൽക്കണം. അത് നിന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻ്റർവെൻഷൻ വേണം, ബിക്കോസ് ഇറ്റ് വിൽ കണ്ടിന്യൂ. അപ്പം ഈ ഒരു ഏജ് ഒരു ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഏജിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് കാര്യം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അങ്ങനെ പല ഇതുവഴി എന്താ പറയുക ഇൻ്റർവെൻഷൻ ചെയ്യാതെ ബേസിക്കലി കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും സ്ലൈറ്റ് മെഷേഴ്സൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞൊരു ഏജിന് ശേഷം ഇത് പ്രൊലോങ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അപ്ലയൻസസ് ഒക്കെ സജസ്റ്റ് ചെയ്യും. അത് ഓരോ കേസ് അനുസരിച്ചാട്ടോ, ഓരോ അപ്ലയൻസ് എന്താണ് വേണ്ടത്. ഇപ്പം ടങ് ക്രിബ്, ടങ് സ്പേഴ്സ്, കേജ് ലൈക്ക് അങ്ങനെ പലതും അപ്ലയൻസ് ഇട്ട് കൊടുക്കും. ഇത് അപ്ലയൻസ് ഇട്ട് കൊടുക്കുമ്പം ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടി വിരൽ തമ്പ് തന്നെ വേണമെന്നില്ല, തം സക്കിംഗ് എന്ന് പേര് പറഞ്ഞാലും പല ഫിംഗേഴ്സ് ഇടുന്ന പിള്ളേരുണ്ട്. അപ്പം ഈ തമ്പ് വായിലോട്ട് ഇടുമ്പം ഇവർക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ദേ ഗെറ്റ് എ ഗ്രാറ്റിഫിക്കേഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ദേ ഗോ ഇൻ ടു മോർ കംഫർട്ട് സോൺ. എന്ത് റീസൺ ആണോ അപ്പോൾ അവർക്കതൊരു കംഫർട്ട് സോണിലോട്ട് പോകും. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഈ അപ്ലയൻസ് കൊടുക്കുക. അപ്പം അപ്ലയൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ടങ് ക്രിബ് എന്ന് പറയും. അത് വായിൽ നമ്മളൊരു ഒരു ഒരു സ്പേഴ്സ് ഒക്കെ ഉള്ളൊരു സാധനമാണ്. അത് വായിലോട്ട് വെച്ച് കഴിയുമ്പം അവിടെ ഹിറ്റ് ചെയ്യും, കുട്ടിയുടെ പാലറ്റിൽ അതുണ്ടാവും. അപ്പോൾ അത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ പഴയ ഫോഴ്സിൽ ആ സക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പിന്നെയും അവർ ചെല്ലും, പിന്നെ അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് തരും, അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കുറേ അപ്ലയൻസസ് ഉണ്ട്. ആൻഡ് ഈ തം സക്കിങ് വഴി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, നിങ്ങൾ കറക്റ്റ് ടൈമിന് കൊണ്ടുവന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ആൻഡ് ഓവർ ദി പീരിയഡ് നിന്നുപോയി, പക്ഷെ റെഗുലർ ചെക്കപ്സും ഫോളോ അപ്സ് ആവശ്യമുണ്ട്. പക്ഷെ ഇത് നിങ്ങളൊന്നും ചെയ്യാതെ വിട്ടുകയാണ്, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ളൊരിതിൽ വിട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം പല്ല് ഫോർമേഷൻ നിൽക്കുന്നില്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആദ്യം പാൽപ്പല്ല്, പിന്നെ മിക്സ്ഡ് ഡെന്റേഷനിലോട്ട് എന്ന് വെച്ചാൽ പെർമനൻറ്റ് ടൂത്തും വരും, വായിൽ പാൽപ്പല്ലും ഉണ്ടാവും. അതിനാണ് മിക്സ്ഡ് ഡെന്റേഷൻ എന്ന് പറയാം. 2 ഡെന്റേഷനും ഒരുമിച്ച് പ്രസൻ്റ് ഉള്ള ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഒരു 12 years ഒക്കെ അപ്രോക്സിമേറ്റ് ആവുമ്പം എല്ലാ പെർമനൻറ്റും വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഈ തമ്പിൻ്റെ പൊസിഷൻ കാരണം പല്ല് പൊങ്ങുക, നമ്മുടെ പാലറ്റ് നാരോ, ഇത് പ്രഷർ വന്ന് നമ്മൾ സക്ക് ചെയ്യല്ലേ, ഇത് പ്രഷർ വന്ന് പാലറ്റ് നാരോ ആവും. അപ്പം ഈ മുന്നിലെ പല്ലുകൾ ഇപ്പം നമ്മൾ കടിച്ച് നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബൈറ്റ് ഉണ്ട് ഇങ്ങനെ. ഈ തമ്പ് എന്ന് പറഞ്ഞ സാധനം നടുക്ക് വരുമ്പം ഇങ്ങനെ ഓപ്പൺ ആയിപ്പോവും. ഓപ്പൺ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ചില പിള്ളേരെ ശ്രദ്ധിച്ചാൽ കാണും കടിയില്ല, ഇങ്ങനെ വാ ഓപ്പൺ ആയിട്ടിരിക്കും. അങ്ങനെ പല ഇഷ്യൂസ് ഈ ഫോർമേഷൻ സമയത്ത് ഉണ്ടാവും. അതുകൊണ്ട് എത്രയും ഏർലി ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുമോ അതാണ് നല്ലത്. കുട്ടികളുടെയൊക്കെ പല്ല് ചെറുപ്പത്തിലേ പൊന്താറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വയസ്സ് മുതൽ നമുക്ക് ഇതിന് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം? ഇപ്പോൾ പല്ലിന് ക്ലിപ്പ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഒത്തിരി ഡെന്റിസ്റ്റുകളും പറഞ്ഞൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ സയൻസ് എവറി മന്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പണ്ട് പറയുന്ന ഒരു രീതിയാണ്, അതിപ്പോഴും കുറച്ച് പേര് പറയാറുണ്ട് 12 വയസ്സിന് ശേഷം പെർമനൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് കമ്പി ഇടാൻ പറ്റുക. പക്ഷെ അതിപ്പം കംപ്ലീറ്റ്ലി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 6 months, ഞാൻ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു 6 months നമ്മൾ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എന്തായാലും ഒന്ന് ചെയ്യണം. അതേപോലെ എവറി ഇയർ ചെയ്യണം. അപ്പം
ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും മാലോക്ലൂഷൻസ്, ദാറ്റ് ഇസ് അറേഞ്ച്ഡ് അല്ലാത്ത ടൂത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ മോണയുടെ എന്തും ആയിക്കോട്ടെ, ഡെന്റിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആൻഡ് ഇപ്പം നമുക്ക് ഒരു ഡെന്റിസ്റ്റിന് അതിനെക്കുറിച്ച് അവെയർ അല്ലെങ്കിൽ അവർ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യും. അവർക്ക് അറിയുന്ന ഓർത്തോ അല്ലെ പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കുട്ടികളെ റെഫർ ചെയ്യും. ഈ കമ്പി ഇടുന്നത് ഇപ്പം 6 years ഒക്കെ തൊട്ട്, കമ്പി എന്ന് ഞാൻ പറയില്ല, ജനറലി എനിക്ക് തോന്നുന്നു എല്ലാവരും കമ്പി ഉദ്ദേശിക്കുന്നത് മുത്തൊട്ടിച്ച് ബ്രേസസ് ട്രീറ്റ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വളരെ യങ് ഏജ് തൊട്ടേ നമുക്ക് പല അപ്ലയൻസസ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഭാവിയിൽ ചിലപ്പം കമ്പി ഇടാതെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കുട്ടി അത്യാവശ്യം കോപ്പറേറ്റീവ് ആണ്, ഇതുപോലത്തെ കാര്യങ്ങൾ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ കോപ്പറേറ്റീവ് ആണെങ്കിൽ നമുക്ക് വളരെ യങ് ഏജിലെ മാലോക്ലൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തംസക്കിങ്ങിനൊക്കെ വെക്കുന്നതൊക്കെ ഈ അപ്ലയൻസസ് ഒക്കെ ഒരു ഓർത്തോ പീഡിയാട്രിക് ഓർത്തോ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ഹാബിറ്റ് ബ്രേക്കിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുമ്പം ഏർലി സ്റ്റേജിൽ ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ ഫോർമേഷൻ സമയത്ത് ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റായി കിട്ടും, വലിയ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ. സോ വളരെ ഏജിൽ യങ് ഏജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചില പാരൻസിൻ്റെ ഒക്കെ ഒരു കൺസേൺ ഉണ്ടാവും, മുത്ത് പൊട്ടിച്ച് ചെയ്യുന്ന എന്തായാലും പോസിബിൾ അല്ല ഒരു മിക്സ്ഡ് ഡെന്റിഷൻ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം സയൻസ് ഹാസ് ഡെവലപ്ഡ് സോ മച്ച് സോ ദാറ്റ് നമുക്ക് ക്ലിയർ അലൈനേഴ്സിനെ കുറിച്ച് ഇപ്പം എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ കുട്ടികളിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ലോലി. അങ്ങനത്തെ കാര്യങ്ങൾ വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം കുട്ടിക്ക് തന്നെ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ്. പല്ല് തിരിഞ്ഞിരിക്കുന്നു, ഫ്രണ്ട്സ് കളിയാക്കുന്നു, ആ ചേഞ്ചസ് ഒക്കെ കംപ്ലീറ്റ്ലി ഔട്ട് ആവും. ഇപ്പോൾ ക്ലിയർ അലൈനേഴ്സ് ഒക്കെ കുട്ടികളുടെ കാര്യത്തിലും നല്ല ഫോർ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും. അത് കുറച്ചുകൂടി ഇനിയും വരും. ഇപ്പൊ ക്ലിയർ അലൈനേഴ്സ് ഇൻ അഡൾട്ട്സ് ഭയങ്കര ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഡെന്റിസ്ട്രിയിൽ മൊത്തമായിട്ട്. കുട്ടികൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല്ല് പൊന്താനുള്ള ഒരു കാരണമാണല്ലോ വാ തുറന്ന് കിടക്കുക എന്നുള്ളത്. മൗത്ത് ബ്രീത്തിങ് അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? മൗത്ത് ബ്രീത്തിങ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഫസ്റ്റ് ഒബ്വിയസ്ലി അത് ഒന്നെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഒരു കുട്ടീനെ റെഗുലർ ഡെന്റൽ ചെക്കപ്പിൻ്റെ ഇടയ്ക്കായിരിക്കാം. വാട്ട് യൂഷ്വലി വി ഡു ഇസ് ഈ മൗത്ത് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു റീസൺ ഇല്ലാതെ നമ്മൾ വാ തുറന്ന് ഉറങ്ങില്ല. കാരണം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് നോസിൽ കൂടെയാണ്. അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് യൂഷ്വലി ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് അടുത്ത ഓക്സിജൻ കിട്ടാനുള്ള മാർഗം നമ്മൾ നോക്കുന്നത്, വാ തുറന്ന് ഉറങ്ങുക. ദാറ്റ് ഇസ് വാട്ട് യൂഷ്വലി ദ സെനാരിയോ ഇസ്. അതിൽ കൂടുതലും ഈ കുട്ടികളിൽ കാണുന്ന അഡിനോയിഡ്സ്, ടോൺസിൽസ് നമ്മളങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ക്ലിനിക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബേസിക് സിമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ENT-ലോട്ട് റെഫർ ചെയ്യും. കാരണം അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടണം. അഡിനോയിഡ്സിൻ്റെ ആണെങ്കിൽ സിവിയർ സ്റ്റേജ് ആണെങ്കിൽ സർജറീസ്, അത് ENT ദ ബെറ്റർ പേഴ്സൺ അവർ ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ച് അത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പറയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് അപ്ലയൻസസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും. ബിക്കോസ് കുറേ നാളായിട്ട് മൗത്ത് ബ്രീത്ത് ചെയ്യുന്നത് നമുക്കൊരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ നിർത്താൻ പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുത്താലും അവർ ഇമ്പ്രൂവ് ചെയ്യും. നോസിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന, എന്നാലും ചെറിയ രീതിയിൽ വായിൽ കൂടിയും ബ്രീത്ത് ചെയ്യും. കാരണം എന്താ, അത് ശീലമായി പോയി അവർക്ക്. നമ്മൾ ശീലം മാറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് അതേപോലെ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ്, മൗത്ത് ബ്രീത്തിങ്ങിന് ഒരു ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് കൊടുക്കാം. അപ്പം കിടക്കുന്ന സമയത്ത് വായിൽ വെച്ച് കിടക്കുന്ന അപ്ലയൻസ് ഒക്കെ ഉണ്ട്. അത് ഓരോ പേഷ്യൻ്റ് അനുസരിച്ച് എഗെയിൻ ഡിഫർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ദേ ബി ഫോഴ്സ്ഡ് ടു ബ്രീത്ത് ത്രൂ നോസ്. അതിനപ്പം നമ്മൾ എയർവേ ക്ലിയർ ആണോ എന്ന് നോക്കണം. ചിലവർ ഇപ്പോഴല്ല, പണ്ടൊക്കെ പിന്നെയും നമ്മൾ ഞങ്ങളുടെയൊക്കെ UG ടൈമിൽ കാണും, മൗത്ത് ബ്രീത്തിങ് കണ്ടാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് കൊടുക്കുക. പക്ഷെ അതിനൊരു കോസ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട്. ബിക്കോസ് കോസ് ഉണ്ട്, നമ്മൾ കുട്ടിയുടെ വായിൽ അപ്ലയൻസ് വെച്ച് കൊടുത്ത് കുട്ടീനെ ഫോഴ്സ്ഫുള്ളി നോസിൽ കൂടെ ബ്രീത്ത് ചെയ്യാൻ നമ്മൾ രാത്രിയിൽ ഇത് ചെയ്യുമ്പോഴും അവിടെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ കുട്ടിക്ക് അത് പറ്റില്ല. സോ ഒരു എന്താ പറയുക, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നമ്മൾ ENT-ക്ക് റെഫർ ചെയ്യും, അവരുടെ ഭാഗവും കാര്യങ്ങളും ക്ലിയറായി നമുക്കൊരു ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അപ്ലയൻസിലോട്ട് പോകും. ആൻഡ് ദെൻ ഫർദർ ഈ പറഞ്ഞ പോലെ തംസക്കിങ്ങിനുള്ള പോലെ തന്നെ ഇതിനും ഫീച്ചേഴ്സ് ഉണ്ട്. ഇതേപോലെ പല്ല് പൊങ്ങ, ലോങ് ഫേസ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനും ഉണ്ട്. സോ പല്ലിന് കേട് വരാതിരിക്കാൻ ഫ്ലൂറൈഡ് തെറാപ്പി ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ഫസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഫ്ലൂറൈഡ് ഇസ് എ ഡബിൾ-എൻഡഡ് സ്വോർഡ്. ഇറ്റ് ഹാസ് ഗുഡ് ആസ് വെൽ ആസ് ബാഡ്. ഫ്ലൂറൈഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റീമിനറലൈസേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു മോളിക്യൂളാണ് ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. റീമിനറലൈസേഷൻ ബേസിക്കലി മിനറലൈസ് ചെയ്യുക, വീണ്ടും ഇനാമലിനെ ഫോം ചെയ്യാനായിട്ട്. നമ്മുടെ കേടാവുന്നതിനെയാണ് ഡീമിനറലൈസേഷൻ, മിനറൽസ് പോകുന്നതിനെ പറയുന്നത്. അപ്പം ഫ്ലൂറൈഡ് ഹെൽപ്സ്. ഇറ്റ് ഇസ് എ പ്രിവെൻറ്റീവ് മെത്തേഡ്. അതിൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പല രീതിയിലുണ്ട്.
ഫ്ലൂറൈഡ് വാർണിഷ് അപ്ലൈ ചെയ്യും. ക്ലിനിക്കലി ഫ്ലൂറൈഡ് വാർണിഷ് അപ്ലൈ ചെയ്യും. ഫ്ലൂറൈഡ് നമ്മുടെ പേസ്റ്റിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലൂറൈഡ് ജെൽസ്, അങ്ങനെ ഫ്ലൂറൈഡ് മൗത്ത് വാഷസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ടേക്കിംഗ് ഫ്ലൂറൈഡ് തെറാപ്പിയിൽ ഫ്ലൂറൈഡ് വാർണിഷ്, അതായത് കേടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ബൈ ആനുവലി വർഷത്തിൽ 6 months കൂടുമ്പോൾ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ വാർണിഷ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ടൂത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഡോക്ടർ പ്രസൻസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് 6 months കൂടുമ്പം അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പ്രിവെൻറ്റീവിന് ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഈ പറഞ്ഞ റീമണലൈസേഷൻ ഉണ്ട്, ബാക്ടീരിയയുടെ കൗണ്ട് കുറയ്ക്കാൻ, ബാക്ടീരിയ സൈഡിൽ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോക്ടേഴ്സ് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്ക് ഓവർ ദ കൗണ്ട് മേടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പേസ്റ്റ് പോലെ മേടിച്ച് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. അതിന് പല ഫോമാണ്. ഞാൻ പറഞ്ഞ വാർണിഷ്, ജെല്ല്, നമ്മളത് ഏജ് അനുസരിച്ചും കുട്ടിയുടെ കോപ്പറേറ്റീവ്നെസ് അനുസരിച്ചും അവരുടെ കണ്ടീഷൻ അനുസരിച്ചും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കുകൾ വിസിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴും പലർക്കും ചിലപ്പോൾ പേടിയുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എനാമലിനെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കോമൺലി കേൾക്കുന്ന ഒരു കാര്യമാണ്, പല്ല് ക്ലീൻ ചെയ്താൽ പല്ല് പോവും, വിച്ച് ഇസ് ടോട്ടലി എ മിത്ത്. പല്ല് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല്ല് പോവും, ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. പല്ല് ക്ലീൻ ചെയ്താൽ, ഇപ്പം നമ്മൾ പല്ല് തേച്ചില്ലെങ്കിൽ അല്ലെ പല്ല് തേച്ചാൽ എന്നുള്ള ഒരു ഡിഫറൻസ് പോലെ തന്നെയാണ് ഈ പല്ല് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക്. പക്ഷെ ഈ മിത്ത് മാറി വരുന്നുണ്ട്, കുറേ പേർക്ക് എഡ്യൂക്കേറ്റഡ് ആയി വരുന്നുണ്ട്. പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും അവരും എഡ്യൂക്കേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എവറി ഇയർലി വൺസ് എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷിങ്ങും പല മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് ആണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പം എല്ലാ ചിലപ്പോൾ ഭാഗത്തും എത്തണം എന്നില്ല, നമ്മൾ പറയുന്ന ടൈം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലാവരും അവരുടേതായ തിരക്കിലൊക്കെ വെച്ച് ബ്രഷിങ്ങും എക്സാക്ട്ലി പ്രോപ്പർ ഒന്നും ആയിരിക്കണം എന്നില്ല. സോ നമ്മൾ ഇയർലി വൺസ് ക്ലീൻ ചെയ്ത് എന്തായാലും കൊടുക്കണം ഫോർ ബെറ്റർ ഓറൽ ഹെൽത്ത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വായിലുള്ള പ്ലാക്ക് എന്ന് പറയും. പ്ലാക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി അക്യുമുലേഷൻ ഓഫ് ബാക്ടീരിയ, ഫുഡ് ഡെബ്രി, സലൈവയിലെ കണ്ടൻസ്, ഇതെല്ലാം ഇതിരുന്ന് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം കട്ടിയാവും. നമ്മുടെ സലൈവയിലെ മിനറൽസ് ഒക്കെ ആയിട്ട് കട്ടിയാവും. അതാണ് ചില ഭാഗങ്ങളൊക്കെ ആൾക്കാർ ഈ പറയുന്നത്, അതിനെ പല പേരിലാണ് വിളിക്കുന്നത്. നമ്മൾ കാൽക്കുലസ് എന്ന് പറയും സയൻറ്റിഫിക് ടേമിൽ. കക്ക വല്ലയിലായി, കട്ടയുള്ള സാധനങ്ങളായി എന്നൊക്കെ പറഞ്ഞു. അത് ഈ ക്ലീൻ ചെയ്യുമ്പം അത് പോവും. പ്ലാക്ക്, കാൽക്കുലസ്, പ്ലാക്ക്. പിന്നെ സ്റ്റെയിൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാവാം, കോഫി, ടീ, നമ്മൾ കുറേ റീസൺസ് നമ്മൾ ചോദിക്കും സ്റ്റെയിൻസിനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇൻടേക്ക് ഓഫ് മെഡിക്കേഷൻസ്, അങ്ങനെ പല റീസൺസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ പറയും ഒന്നും ഇത് ഹാബിറ്റ്സോ കാര്യങ്ങളോ റെഗുലർ അല്ലെങ്കിൽ സ്മോക്കിംഗ് വട്ടെവർ ഇതൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് വയൽ സ്റ്റെയിൻസ് ഉണ്ട്. അത് ഓറൽ മൈക്രോ ഓർഗാനിസംസ്, ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയും. കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയ നമ്മുടെ വയലുണ്ട്. അതും സ്റ്റെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ സ്റ്റെയിൻസ്, ഈ പറഞ്ഞ കാൽക്കുലസ്, കട്ടയായ ഇത്, പ്ലാക്ക്, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ ക്ലീനിങ് കമ്പൾസറി ആണ്. നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും ഇത് കൊടുത്താലും ഉണ്ടാവും. ഇത് ഇൻക്ലൂഡിങ് ഡെന്റിസ്റ്റുകൾ പോലും സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലീനിങ്. ഇത് ചെയ്തില്ലെങ്കിൽ ഈ ലോഡ് ഓഫ് ബാക്ടീരിയ, ഈ പ്ലാക്ക് ആയിക്കോട്ടെ, കാൽക്കുലസ് ആയി, ഇതിലൊക്കെ ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. ഇത് അവിടെ ഇരിക്കും, മോണയിലിരിക്കും, മോണയിൽ ഇൻഫെക്ഷൻ വരും, പിന്നെ മോണയിൽ നിന്ന് നെക്സ്റ്റ് ഉള്ളിൽ ബോണിലോട്ട് പോവും, പിന്നെ കാലക്രമേണ മോണരോഗം ഇത് പ്രോഗ്രസ് ചെയ്യും. ഇനാമൽ എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഒത്തിരി പേർക്ക് ഈ സംഭവം കാൽക്കുലസ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് പല്ലാണോ, അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ടൂത്ത്, ഇറ്റ് ഇസ് ദ ഡേർട്ട് ഇൻ യുവർ ടൂത്ത് ദാറ്റ്സ് ഗോയിങ് ഓഫ്. പല്ല് നമ്മൾ എന്തെങ്കിലും കാരണത്തിൽ പൊട്ടിപ്പോവുക, ചെറുതായിട്ട് ചിപ്പ് ആവുകയാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ പറ്റുക? ചെറിയ രീതിയിലുള്ള ചിപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിച്ച് നമ്മൾ ആ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ സെൻസിറ്റിവിറ്റി അല്ലെ പെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഓരോ കാറ്റഗറി നോക്കി സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി റെസ്റ്റോറേഷൻസും പല ഓപ്ഷൻസും ഉണ്ട്. റെസ്റ്റോറേഷൻസ് ആയിക്കോട്ടെ, പല്ലിൻ്റെ നിരത്തിൽ തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഡീപ്പറിലോട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തെറാപ്പീസും കൂടെ ചെയ്ത് കൊടുത്തിട്ട്, ഇനിയിപ്പം പൾപ്പ് ഇൻവോൾവ് ആണ്, നമ്മുടെ ഉള്ളിലെ ഞരമ്പുകളൊക്കെ ഇൻവോൾവ് ആണ്, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കവർ ഇടുക, അങ്ങനെ പല ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ടൂത്ത് ചിപ്പ് ഓഫ് ആയെന്നും കരുതി ഒത്തിരി പേരുണ്ട്. ചെറിയ ചിപ്പ് ഓഫ് പിന്നെ ആൾക്കാർ ഓക്കെ കൺസിഡർ ചെയ്യും. വലുതായിട്ട് പോയി എന്നാൽ അത് എടുത്ത് ഒഴിവാക്കാം, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതേ ടൂത്തിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇത്രയും നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. സോ ഒരുപാട് നന്ദി നമ്മുടെ ഷോയിൽ വന്നതിൽ. സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനായിട്ട് നമ്മൾ വീണ്ടും വിളിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.